നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിൽ നിന്നും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 19,370 കോടി കൂടി കടമെടുക്കാൻ അനുമതി നൽകില്ല എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ആ വിവരം നമ്മൾ അറിഞ്ഞതാണ്. ഇനി എന്താണ് കേരളത്തിന്റെ അടുത്ത നീക്കം? ഈ ഒരു പണം അനുവദിക്കപ്പെട്ടേ മതിയാകൂ. അത് കേരളത്തിന് ഏറ്റവും അത്യാവശ്യമായ പണം തന്നെയാണ്. ആ പണം കിട്ടാൻ ഇനിയും കേരളത്തിന് മുന്നിലുള്ള വഴി എന്താണ്? സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് കേരളം. സുപ്രീം കോടതി മാത്രമാണ് ഇനി കേരളത്തിന് മുന്നിലുള്ള ഏക പോം വഴി. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇനി എന്ത് വിധിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉദ്യോഗസ്ഥ തല ചർച്ച പരാജയപ്പെട്ട വിവരം കേരളം മുതിർന്ന വക്കീൽ കപിൽ സിബൽ മുഖേന തിങ്കളാഴ്ച സുപ്രീം കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്തും KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 ആഴ്ച മാത്രമാണ് ബാക്കി. അതിനാൽ അടിയന്തര നടപടി അനിവാര്യമാണെന്ന് വാദിക്കും. 13,608 കോടി രൂപയുടെ വായ്പാ അനുമതി നൽകണമെങ്കിൽ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്രം നേരത്തെ നിബന്ധന വെച്ചിരുന്നു. ഇത് കോടതി തള്ളി. അധിക തുക സംബന്ധിച്ച ചർച്ചയിൽ കേസ് പിൻവലിക്കുന്നതൊഴിച്ച് ഭരണഘടനയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എന്തു നിബന്ധനയും വയ്ക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് കേന്ദ്രം അധിക വായ്പയ്ക്ക് കേരളത്തിന് അനുമതി നിഷേധിച്ചത്. സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ ഈ വിവരം കഴിഞ്ഞ ദിവസം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 13,608 കോടി രൂപയ്ക്ക് വായ്പാ അനുമതി നൽകും. എന്നാൽ സംസ്ഥാനം അധികമായി ആവശ്യപ്പെട്ട തുകയ്ക്ക് അനുമതി നൽകില്ല. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ചർച്ച. കേരളത്തിന് കിട്ടേണ്ട തുകയാണ് ആവശ്യപ്പെട്ടതെന്നും ഇതിനോട് യോജിക്കാൻ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ തയ്യാറായില്ലെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു ആരോപിച്ചു. ചീഫ് സെക്രട്ടറിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, ഫിനാൻസ് റിസോഴ്സസ് AS ആൻഡ് OST മിർ മുഹമ്മദ് അലി എന്നിവരും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ധനകാര്യ സെക്രട്ടറിക്ക് പുറമെ അഡീഷണൽ സെക്രട്ടറി സഞ്ജൻ സിംഗ് യാദവ്, അഡീഷണൽ സോളിസിറ്റർ ജനറൽ N വെങ്കട്ടരാമൻ എന്നിവരായിരുന്നു യോഗത്തിന് എത്തിയത്. അതേസമയം കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിൽ കേരളത്തിന് ആശ്വാസമായിരുന്നു കേന്ദ്രത്തിന്റെ ആദ്യത്തെ നിലപാട്. 13,600 കോടി രൂപ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നു. ഇത് സ്വീകാര്യമാണെന്ന് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇനിയും കുറച്ചു തുക കൂടി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ചയിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചാൽ 13,600 കോടി ഉടൻ അനുവദിക്കാമെന്ന കേന്ദ്ര വാഗ്ദാനം കേരളം തള്ളിയിരുന്നു. തുക നൽകാൻ ഹർജി പിൻവലിക്കണമെന്ന ഉപാധി കേന്ദ്രം ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതിയും ഉത്തരവിട്ടിരുന്നു. അടിയന്തരമായി 26,000 കോടി കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുമതി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഹർജി നേരത്തെ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും കേരളവും ചർച്ചകൾ നടത്തി. അത് വിഫലമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയും വിഫലമായിരിക്കുകയാണ്. ഇനി കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടത് എന്നതാണ്. സുപ്രീം കോടതി പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഈ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്ത് നിങ്ങൾ തമ്മിൽ പരിഹരിച്ചാൽ പോരെ എന്നൊരു ചോദ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചതാണ്. എന്തായാലും ചർച്ചയിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.